നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പിന് തലേന്ന് തനിക്കെതിരെ ഉയർന്ന ആരോപണം ഈ UDFും ചില മാധ്യമങ്ങളും ചേർന്ന് തയ്യാറാക്കിയ ഒരു വൻ ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് EP ജയരാജൻ പറയുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ ആക്കുളത്തുള്ള മകന്റെ ഫ്ളാറ്റിൽ വെച്ച് പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയതിനെ കുറിച്ചാണ് EP ജയരാജൻ പറയുന്നത്. അതാണല്ലോ ഇപ്പോഴത്തെ പ്രധാന വിവാദ വിഷയമായി ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുന്നത്. അതാവട്ടെ ഒരു ഡീലിന്റെ ഭാഗമായിരുന്നു എന്ന് ദല്ലാൽ നന്ദകുമാർ തന്നെ വ്യക്തമാക്കിയ കാര്യവുമാണ്. അതല്ലാതെ EP ജയരാജൻ BJP ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നില്ല ആ ചർച്ച. BJPക്ക് ഒരു സീറ്റിൽ വിജയം ഉറപ്പാക്കുന്നതിനായി ലാവ്ലിൻ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഇല്ലാതാക്കാം എന്ന ഒരു ഡീൽ അതായിരുന്നു അത്രേ അവിടെ, അതായത് ആക്കുളത്തെ ആ ഫ്ളാറ്റിൽ വെച്ച് ചർച്ച ചെയ്തത്. അത് ചർച്ചയായോ ചർച്ചയായില്ലേ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ആക്കുളത്ത് കൂടെ പോകുമ്പോൾ ചായ കുടിക്കാൻ പെട്ടെന്ന് ഒരു തോന്നലുണ്ടായ ജാവേദ്കറിന് തൊട്ടടുത്ത് ചായപ്പീടികകളൊന്നും കാണാഞ്ഞ് അവിടെ ഒരു ഫ്ലാറ്റിൽ EP ജയരാജന്റെ മകന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണല്ലോ എന്നൊരു ബോധോദയം ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ ആ ഫ്ലാറ്റിലേക്ക് പാഞ്ഞു കയറി. അപ്പോൾ അവിടെ അതാ ജയരാജൻ എന്താ വന്നത്, ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് കരുതി വന്നതാണ്. ശരി, ചായ വരട്ടെ. അങ്ങനെ ഒരു ചായ കൊടുത്തു, ചായ കുടിച്ചു, കൈ കൊടുത്തു, പിരിഞ്ഞു. ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അതാണല്ലോ EP ജയരാജൻ പറയുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്. EP ജയരാജൻ BJPയിൽ ചേരുന്നതിന്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനുമായി 3 തവണ, ഒന്നല്ല രണ്ടല്ല 3 തവണ ചർച്ച നടത്തിയിരുന്നു. ഇക്കാര്യം EP നിഷേധിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ശോഭാ സുരേന്ദ്രൻ വിടുന്ന മട്ടില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ ഈ 3 കൂടിക്കാഴ്ചകളെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം നൽകിയ അഭിമുഖങ്ങളിൽ, അതിൽ മാത്രമല്ല അതിനു മുമ്പ് ഈ ദല്ലാൽ നന്ദകുമാർ തനിക്കെതിരെ എറിഞ്ഞ ആ ബോംബ്, അതായത് 10 ലക്ഷം രൂപ തനിക്ക് തന്നു എന്ന ആ നുണ ബോംബ് നന്ദകുമാറുടെ നേർക്ക് തന്നെ തിരിച്ചറിഞ്ഞ് പൊട്ടിച്ച ആ കിടിലൻ പത്രസമ്മേളനം ഉണ്ടല്ലോ, അതിലാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യമായി EP ജയരാജനെ BJPയിൽ ചേർക്കാൻ ഈ നന്ദകുമാറാണ് ഇടപെട്ട് കൊണ്ടുവന്നത് എന്ന കാര്യം വെളിപ്പെടുത്തിയത്. പക്ഷെ ശോഭ EPയുടെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. പിണറായിയോളം തലപ്പക്കമുള്ള ഒരാൾ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നന്ദകുമാറിന്റെ ഫ്രോഡ് കളികൾ പൊളിച്ചടുക്കുകയായിരുന്നു ശോഭയുടെ പ്രധാന ഉദ്ദേശം. 10 ലക്ഷം രൂപ തനിക്ക് തന്നത് തന്റെ ഭൂമി വാങ്ങാൻ ആണ് എന്ന് ശോഭ പറഞ്ഞത് അത് ബാങ്ക് വഴിയാണ് എന്ന് ശോഭ പറഞ്ഞു. ഒടുവിൽ നന്ദകുമാറിനും അതെല്ലാം അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ BJPയിൽ ചേർക്കാൻ നന്ദകുമാർ കൊണ്ടുവന്ന ആ തലപ്പക്കമുള്ള നേതാവ് EP ആണെന്ന് 2 ദിവസം കഴിഞ്ഞ് ഇലക്ഷൻ തലേന്ന് നമ്മുടെ സുധാകരനാണ് പൊട്ടിച്ചത്. അത് സുധാകരന്റെ ഒരു ആവശ്യവുമായിരുന്നു. അതാണ് ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോഴത്തെ ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലെത്തി നിൽക്കുന്നത്. അതാവട്ടെ ഒരു ഡീലിനായിട്ടുള്ള ചർച്ചയും നേരത്തെ പറഞ്ഞല്ലോ. ആ സംഭവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റുപിടിച്ച് ശിവൻ പാപി എന്നൊക്കെ പറഞ്ഞ് ജാഗ്രത കുറവായി വിശേഷിപ്പിച്ചത്. പക്ഷേ BJPയിൽ ചേരാൻ ശോഭാ സുരേന്ദ്രനുമായി EP 3 വട്ടം ചർച്ച നടത്തി എന്ന കാര്യം നൈസായി സൈഡ് ലൈൻ ചെയ്യുകയാണ് നമ്മുടെ EP. അത് വെറും കെട്ടുകഥയാണോ അതോ കള്ളക്കഥയാണോ? ഈ ശോഭാ സുരേന്ദ്രൻ കള്ളം പറഞ്ഞതാണോ? BJPയിലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. ശോഭ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞതായി നമ്മുടെ അറിവിലില്ല. ഇപ്പോഴിതാ വീണ്ടും ശോഭ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്, കൂടുതൽ വ്യക്തതയോടെ പറയുകയാണ്. 1 അല്ല 2 അല്ല 3 തവണ താൻ EP ജയരാജനുമായി ചർച്ച നടത്തി എന്നാണ് ശോഭ പറയുന്നത്. ആധികാരികമായി തന്നെയാണ് ശോഭയുടെ ഈ വാക്കുകൾ. ഇത് ചുമ്മാ ഒരു ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കാൻ EPക്ക് കഴിയും. ഈ വെണ്ണലയിലുള്ള നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് EP ജയരാജനും താനും ആദ്യമായി കാണുന്നത് എന്നാണ് ശോഭ പറയുന്നത്. 2023 ജനുവരിയിൽ അവിടെ വെച്ച് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിച്ചതാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന കാര്യം. കാരണവും അദ്ദേഹം പറഞ്ഞു. തന്നെക്കാൾ എത്രയോ ജൂനിയറായ ഗോവിന്ദൻ മാസ്റ്റർക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പദവി കൊടുത്തതിൽ അദ്ദേഹത്തിന് കടുത്ത അമർഷമുണ്ട്. പാർട്ടിക്ക് വേണ്ടി കൂടുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചത് താനാണ്. ഈ ചർച്ചയുടെ തുടർച്ചയായാണ്
ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ താനും നന്ദകുമാറും EP ജയരാജനും കൂടി ചർച്ച നടത്തിയത് എന്ന് ശോഭ പറയുന്നു. പിറ്റേ ദിവസം BJPയിൽ ചേരാനാണ് അദ്ദേഹം വന്നത്. പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവുമായി അതിനു മുമ്പ് കാണേണ്ടിയിരുന്നു. അക്കാര്യമൊക്കെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അവിടെ വെച്ചാണ് ജയരാജന് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നത്. അതോടെ പരിഭ്രാന്തനായി എണീറ്റ് പോയ ജയരാജൻ പിന്നീട് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഈ ഡേറ്റ് നമുക്കൊന്ന് നീട്ടിവെക്കണം. ആ വന്ന കോൾ ശോഭ പറയുന്നു താൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയന്റെ കോളാണ്. കാരണം TP ചന്ദ്രശേഖരൻ 51 വെട്ടി കൊന്ന പാർട്ടിയാണ്. CPM ഈ ഭീഷണിയിൽ EP ശരിക്കും പേടിച്ചു എന്നാണ് ശോഭ പറയുന്നത്. ഇത് എങ്ങനെയാണ് പിണറായി അറിഞ്ഞിട്ടുണ്ടാവുക എന്ന് ശോഭയോട് ചോദിക്കുമ്പോൾ ശോഭ പറയുന്നത് അത് ഈ നന്ദകുമാർ തന്നെ ചോർത്തി കൊടുത്തതാവാം എന്നാണ്. അങ്ങനെ 3 തവണ തന്നെ വന്ന് കണ്ട കാര്യം ശോഭ വളരെ വ്യക്തമായി പറയുന്നു. ഇനി 3-ാം തവണ കണ്ട കാര്യം നന്ദകുമാർ വീണ്ടും വിളിച്ചിട്ടാണ് താൻ പോയതെന്ന് ശോഭ പറയുകയാണ്. ഇനി ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് നന്ദകുമാറിനോട് താൻ തീർത്തു പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് സംഭവിച്ചത് ജയരാജന് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നോട് വിശദീകരിക്കണമെന്ന് നന്ദകുമാർ പറഞ്ഞു. അങ്ങനെയാണ് ഈ 3-ാം തവണ പോയത്. അതെന്താണെന്ന് വെച്ചാൽ ഗോവിന്ദ മാഷ് തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതിരോധ യാത്രയുടെ ഭാഗമായി പ്രസംഗിക്കാൻ വന്ന ആ ദിവസം തന്നോട് നന്ദകുമാർ പറയുന്നു, നിങ്ങൾ രാമനിലയത്തിൽ ഒരു റൂം ബുക്ക് ചെയ്യണം. അങ്ങനെ രാമനിലയത്തിൽ ശോഭ റൂം എടുക്കും. അങ്ങനെ രാമനിലയത്തിൽ റൂം എടുക്കുമ്പോൾ രജിസ്റ്ററിൽ ഒപ്പുവെച്ചത് താൻ തന്നെയാണെന്ന് ശോഭ പറയുന്നു. ഈ ചർച്ചയുടെ കാര്യവും ഈ ചർച്ചയും EP നിഷേധിച്ചത് തന്നെയാണ്. EP നിഷേധിച്ചാൽ സത്യം സത്യമല്ലാതെ ആവുമോ എന്നാണ് ശോഭയുടെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമാണത്. അന്ന് കണ്ടപ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ചാണത്രേ EP ശോഭയോട് പറഞ്ഞത്. തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും പാർട്ടി മാറുന്ന കാര്യം തൽക്കാലം നമുക്കൊന്ന് മാറ്റിവെക്കേണ്ടി വരുമെന്നും EP പറഞ്ഞത്രേ. പിന്നീട് വിവരം അറിയിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഈ 3-ാം തവണ കൂടിക്കാഴ്ച അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ താൻ കൊച്ചിയിലുള്ളപ്പോൾ ഒരു ഫോൺ വരികയാണ്. ശോഭ പറയുകയാണ്, അവിടെ ഒരു ഹോട്ടലിലെത്താൻ വേണ്ടിയിട്ടാണ് ഒരാൾ വിളിച്ചു പറയുന്നത്. EP ജയരാജന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു ഹോട്ടലിൽ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഒന്ന് എത്താൻ വേണ്ടി പറഞ്ഞത്രേ. അങ്ങനെ ശോഭ അവിടെ പോകുന്നു. അവിടെ വെച്ചാണ് ജയരാജന്റെ മകനെ കാണുന്നത്. അല്ലാതെ ജയരാജൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ, വളരെ യാദൃച്ഛികമായി ശോഭയെ എവിടുന്നോ ഏതോ കല്യാണത്തിൽ നിന്ന് കണ്ട് നമ്പർ വാങ്ങി എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞത്. അതല്ല, അങ്ങനെയാണ് ശോഭ പറയുന്നത്. അങ്ങനെ 3 തവണയാണ് EP ജയരാജനെ താൻ കണ്ടതെന്നാണ് ശോഭ പറയുന്നത്. ഈ കൂടിക്കാഴ്ചക്കൊക്കെ വഴിയൊരുക്കാനായി നന്ദകുമാർ ഈ വടക്കാഞ്ചേരിയിലുള്ള തൻ്റെ സഹോദരിയുടെ മകന്റെ വീട്ടിലും തൃശ്ശൂരിലുള്ള തൻ്റെ വാടക വീട്ടിലും 2 തവണ വീതം വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 തവണ. ഇതിൽ 3 തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കർ ഫോണിലിട്ട് തന്നെ കേൾപ്പിച്ചു തന്നോ എന്ന് കൂടി ശോഭ പറയുന്നുണ്ട്. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്നോട് ശോഭ പറഞ്ഞു. അങ്ങനെയാണ് അത്രേ 2023 ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയുള്ള വീട്ടിൽ വെച്ച് ജയരാജനുമായി ശോഭ ആദ്യമായി നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അങ്ങനെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാനുള്ള തീരുമാനം ജയരാജൻ എടുത്തു കഴിഞ്ഞു എന്ന് തനിക്ക് ആ കൂടിക്കാഴ്ചയിൽ ബോധ്യപ്പെട്ടു എന്ന് ശോഭ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ പാർട്ടി നേതൃത്വവുമായി ശോഭ ബന്ധപ്പെടുന്നത്. അങ്ങനെ ജയരാജനെ കാണാൻ വേണ്ടി അവർ തയ്യാറാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ ഹോട്ടൽ ലളിതിൽ തങ്ങൾ 3 പേരും കൂടി കാണുന്നത് എന്നൊക്കെ ശോഭ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുകയാണ്. കേരളത്തിലെ പല പാർട്ടികളിലുമുള്ള ഏതാണ്ട് 9 പേർ BJP ചേരുന്നത് സംബന്ധിച്ച് താൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ആരുടെയും പേര് ഇതുവരെ വെളിപ്പെടുത്താത്തത് രാഷ്ട്രീയ നൈതികതയുടെ പേരിലാണെന്നും ശോഭ പറയുന്നു. പക്ഷേ തനിക്കെതിരെ ഈ ദല്ലാളിനെ വിട്ട് CPM കളിച്ചൊരു കളിയുണ്ടല്ലോ, അതുകൊണ്ടാണ് ജയരാജന്റെ കാര്യം തനിക്ക് പുറത്തു പറയേണ്ടി വന്നതും കൂടി ശോഭ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആരാണ് കള്ളം പറയുന്നത്? ശോഭയാണോ അതോ EP ആണോ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഇനി എന്തൊക്കെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ടല്ലോ. ജയരാജനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുമോ അതല്ല ഇതൊക്കെ കോംപ്രമൈസ് ആകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഏതായാലും ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഈ കാര്യം 3 തവണ BJPയിൽ ചേരാൻ വേണ്ടി EP-യുമായി ചർച്ച നടത്തി എന്ന കാര്യം കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.